നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ അനിൽകുമാർ എന്ന് പറയുന്ന ADGP നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങൾ വലിയ വാർത്തകളായി അത് ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കവടിയാറിൽ 10 സെന്റ് സ്ഥലത്ത് അജിത് കുമാർ എന്ന് പറയുന്ന ADGP വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയ അവസരത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ആ പ്രദേശം സംഭരിച്ചപ്പോൾ അത് കൃത്യമാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന വാർത്തകളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ADGP കൊടും ക്രിമിനലാണ് എന്നും മലപ്പുറത്തുള്ള കസ്റ്റഡി കൊലപാതകത്തിൽ ഈ ADGPക്ക് പങ്കുണ്ട്, അതോടൊപ്പം തന്നെ മലപ്പുറത്തുള്ള സർക്കാർ ഭൂമിയിലെ തേക്ക്, അതോടൊപ്പം തന്നെ മഹാഗണി അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയ കള്ളനും ഈ പറയുന്ന ADGP തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനധികം നമ്മുടെ സാജൻ സക്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിക്കെതിരെ ചാനലിനെതിരെ വാർത്തകൾ വന്നപ്പോൾ ആ ചാനൽ പൂട്ടിച്ചപ്പോൾ സാജൻ സക്കറിയക്കെതിരെ കേസുകൾ നടന്നപ്പോൾ സാജൻ സക്കറിയ ഒളിവിലുള്ള സമയത്ത് അദ്ദേഹത്തിനെതിരെ കൃത്യമായ വകുപ്പുകൾ എടുത്തുകൊണ്ട് ജയിലിലടക്കാൻ പര്യാപ്തമാകാത്ത രീതിയിൽ ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകൾ ചാർത്താൻ സാജൻ സക്കറിയയിൽ നിന്ന് കോടികൾ അദ്ദേഹം പ്രതിഫലം മേടിച്ചു എന്ന വാർത്തയും നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെ PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളാണ്. കാര്യങ്ങൾ ഓരോന്നായി വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്, നമുക്ക് തെളിവുകൾ സഹിതം വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മലപ്പുറത്ത് സർക്കാർ ഭൂമിയിൽ നിന്ന് മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കിയ അനിൽകുമാർ ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ തന്റെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിക്കുകയായിരുന്നെന്നും ഇത് കണ്ട് സ്വന്തം അമ്മ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോട് തന്റെ മകനെന്താണ് പറ്റിയത്, മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടോ എന്ന് വരെ ചോദിച്ചുവെന്നും PV അൻവർ വ്യക്തമാക്കുകയുണ്ടായി. അത്തരം വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം നിലനിർത്തേണ്ട രാജ്യത്ത്, സംസ്ഥാനത്ത് എല്ലാ കുറ്റകൃത്യങ്ങളും തടയേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവിധ കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വേണ്ടി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥ. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ പല ആളുകൾക്കും ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാതെ പോയി എന്നതാണ് അൻവർ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ വയർലെസ് അടക്കം ചോർത്തി രഹസ്യ വിവരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പങ്കുവെച്ചതിനും അനിൽകുമാറിന് പങ്കുണ്ട് എന്നാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് 14 വർഷം ജയിലിലടക്കാനുള്ള വകുപ്പുണ്ട്. 6 മാസം മുൻകൂർ ജാമ്യം പോലും ലഭിക്കാതെ ജയിലിലടക്കാനുള്ള വലിയ കുറ്റകൃത്യമാണ് അനിൽകുമാർ ചെയ്തത് എന്നതുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി, തൃശ്ശൂർ പൂരത്തിന്റെ വിവാദങ്ങൾക്കും ആ ഒരു തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ശ്രമിച്ചതിന് പിന്നിലും അനിൽകുമാർ ഉണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കാണ്ട്. അതോടൊപ്പം തന്നെ സുജിത് ദാസ്, ശശീന്ദ്രൻ തുടങ്ങിയവരുടെ പേരും അനിൽകുമാർ ഈ ഒരു വിവാദത്തിൽ അവരുടെ പങ്കും വ്യക്തമാക്കുകയുണ്ടായി. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ട് കേരള സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലെങ്കിൽ, മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ, ആഭ്യന്തരമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അനിൽകുമാറിനെ പോലെയുള്ള ആളുകളെതിരെ പഴുതടച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ജയിലിലടക്കാനുമുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. പൊതുസമൂഹത്തെ ഇങ്ങനെ കഴുതയാക്കി അഴിമതി നടത്തി ക്രിമിനൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വേലി തന്നെ വിളവ് തിന്നുന്ന ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമപരമായി ശിക്ഷിക്കേണ്ടത് ഇവിടെയുള്ള പൊതുസമൂഹത്തിന്റെ നിർബന്ധിത ബാധ്യത കൂടിയാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.